കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവസന്നിധിയിലായിരിക്കുന്ന വാത്സല്യ ദൈവമക്കൾക്ക് വേഗം വരുന്ന യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. പത്രോസിൻ്റെ ലേഖനം, ഒന്നാം ലേഖനം, അതിൻ്റെ സ്വതന്ത്രം 4-ാം അധ്യായം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ 11 വരെയുള്ള വാക്യങ്ങൾ, ഒരുത്തൻ പ്രസംഗിക്കുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ അരുളപ്പാട് പ്രസ്താവിക്കുന്നത് പോലെ ഒരുത്തന് ശുശ്രൂഷിക്കുന്നുവെങ്കിൽ ദൈവം നൽകുന്ന പ്രാപ്തിക്ക് ഒത്തവണ്ണം ആകട്ടെ. എല്ലാറ്റിലും ദൈവം യേശുക്രിസ്തു മുഖാന്തരം മഹത്വപ്പെടുവാൻ ഇടവരട്ടെ. ഈ വാക്യം 1-2 കാര്യങ്ങൾ അതിനോടനുബന്ധിച്ച് പറയാനുണ്ട്. അത് കഴിഞ്ഞിട്ട് കണ്ടിന്യൂഷനിലേക്ക് വരികയാണ്. ഒരു പ്രാസംഗികൻ, ഒരു ശുശ്രൂഷകൻ, ഒരു ഉപദേഷ്ടാവ്, അവൻ്റെ ശുശ്രൂഷ ഏത് നിലയിലായിരിക്കണമെന്നുള്ളത്, എക്സ്പെഷ്യലി നമ്മൾ പുതിയ നിയമവിശ്വാസികളാണ്. പുതിയ നിയമം ശക്തമായി പഠിപ്പിക്കുന്നുണ്ട്. ഒരു ശുശ്രൂഷകൻ എങ്ങനെ ആയിരിക്കണമെന്നുള്ളത് 1 തിമോഥെയോസ് തീത്തോസിൻ്റെ ലേഖനം വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്, കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട്. ആ 2 വേദഭാഗങ്ങൾ എടുത്ത് നമ്മൾ പഠിച്ചാൽ ഇന്ന് ശുശ്രൂഷ ചെയ്യുന്നവർ പുസ്തകം തറയിൽ വയ്ക്കേണ്ടി വരും. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ആശയക്കുഴപ്പം ഉണ്ടാകരുത്. ഒരു ശുശ്രൂഷകൻ എങ്ങനെ ആയിരിക്കണമെന്ന് തീത്തോസിൻ്റെ ലേഖനത്തിലും തിമോഥെയോസിൻ്റെ ലേഖനത്തിലും അപ്പോസ്തലനായ പൗലോസ് പഠിപ്പിച്ച ആ ഉപദേശം നമ്മൾ പഠിച്ചാൽ ശുശ്രൂഷകന്മാർ നല്ലൊരു പങ്കും വേദപുസ്തകം തറയിൽ വെക്കേണ്ടി വരും. എന്നിട്ട് എന്ത് ചെയ്യേണ്ടി വരും? പണ്ടത്തെ പണി ഏതെങ്കിലും വെച്ചാൽ അത് ചെയ്യേണ്ടി വരും. നിങ്ങൾ വേറെ ഒന്നും തെറ്റിദ്ധരിക്കരുതേ. ഞാനിത് പഠിച്ച് മനസ്സിലാക്കിയപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യമാണ് ഞാനീ പറയുന്നത്. ഓരോരുത്തർ പഠിപ്പിക്കുന്ന ഓരോ നിലയിൽ എനിക്കറിയത്തില്ല. ഞാനീ പറയുന്ന കാര്യങ്ങൾ ഇടയലേഖനങ്ങളെ ആസ്പദമാക്കിയാണ് ഞാനിപ്പോൾ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ്. ഇടയലേഖനങ്ങൾ 1 തിമോഥെയോസ്, 2 തിമോഥെയോസ്, തീത്തോസ്, ഫിലമോൻ, ഇടയന്മാർക്ക് വേണ്ടി എഴുതിയ ലേഖനങ്ങളാണ്. കൃപയാൽ ഇന്നത്തെ ഇടയന്മാരൊന്നും അതൊന്നും വേണ്ട രീതിയിൽ ശ്രദ്ധിക്കാറില്ല. അവർക്കതിന് സമയമില്ല. ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുക. അവർ എന്ത് ശുശ്രൂഷയാണോ എനിക്കറിയത്തില്ല. ബഹുമാനപ്പെട്ട ഇടയന്മാരെ, ശുശ്രൂഷാവൃന്ദങ്ങളെ ആക്കി വച്ചിരിക്കുന്നത് അതിനെക്കുറിച്ചുള്ള പഠനം എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 11 മുതൽ 16 വരെ. അവൻ ചിലർ അപ്പോസ്തലന്മാരായി, ചിലർ പ്രവാചകന്മാരായി, ചിലർ ഇടയന്മാരായി, ഉപദേഷ്ടാക്കന്മാരായി നിയമിച്ചിരിക്കുന്നു. അപ്പോസ്തലന്മാർ, പ്രവാചകന്മാർ, സുവിശേഷകന്മാർ, ഇടയന്മാർ, ഉപദേഷ്ടാക്കന്മാർ. 5 തസ്തികയായിട്ടാണ്. 4ആയിട്ടോ 5ആയിട്ടോ ഒക്കെ പഠിപ്പിച്ചോ, കുഴപ്പമില്ല. 4ആയിട്ടാണ് ശരിയായ പഠനം. കാരണം അവസാനത്തെ 2 ഒരാൾ തന്നെ ചെയ്യും. ഈ ശുശ്രൂഷകന്മാർ സഭയിൽ ഇന്ന് ഉണ്ടോ? അതാ സഭയ്ക്ക് പറ്റിയ മൂല്യച്ഛേദി. സ്തോത്രം, ഹല്ലേലൂയ. നിങ്ങൾ എന്നോടൊപ്പം വരണേ. ഇന്ന് സഭകൾക്ക് പറ്റിയ മൂല്യച്ഛേദി ദൈവമാക്കി വെച്ച ശുശ്രൂഷ വൃന്ദങ്ങൾ സഭകളിലില്ല. അപ്പം ആരും ആക്കി വെച്ചതാ ഉള്ള പാസ്റ്ററെ? സംഘടന ആക്കി വെച്ചവർ, സ്വയം കയറി ആയവർ. ദൈവമാക്കി വെച്ചവരില്ലെന്നേ. എങ്ങനെ അറിയാം? ദൈവം അയച്ചവൻ ദൈവത്തിൻ്റെ വചനം സംസാരിക്കുന്നു, ദൈവസന്തതി ആയവൻ ദൈവവചനം കേൾക്കുന്നു. ഇത് രണ്ടും ഇന്ന് കാണാൻ കഴിയുന്നില്ല നമുക്ക്. ഒരു പാസ്റ്റർ സഭയുടെ ശുശ്രൂഷനായിരുന്നോട്ട് ഞായറാഴ്ച രാവിലെ ഇങ്ങോട്ട് വന്ന് പതിവ് പോലെ ചെയ്യുന്ന പോലെ ചില കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. അതിനൊന്നും വ്യക്തതയില്ല, കൃത്യതയില്ല, വചനവുമായിട്ട് വലിയ ബന്ധങ്ങളൊന്നുമില്ല. ഞാൻ എല്ലാവരും ഉദ്ദേശമല്ല പറയുന്നത്. ചുരുക്കം ചില കൂട്ടായ്മക്കാർ ദൈവവചന പുസ്തകപ്രകാരം ചെയ്യാൻ ആഗ്രഹിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. അവരെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അതൊരു ശേഷിപ്പേ ഉള്ളൂ. പോരാ. അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ട് കൂട്ടായ്മ അരിച്ച് അപ്പം നുറുക്കി പ്രാർത്ഥന കഴിച്ചും പോരുന്ന ഒരു കൂട്ടായ്മയായി, ഒരു സഭയായി നമ്മൾ തീരണം. ഇല്ലെങ്കിൽ കർത്താവിൻ്റെ വരവിൽ നിന്ന് നമ്മൾ തള്ളപ്പെട്ടു പോകും. പാസ്റ്റർ ഇത്ര ആധികാരികമായി പറയുന്നത്? ആധികാരികമായി പറയുക. പുതിയ നിയമസഭയുടെ ആവിർഭാവം പ്രവൃത്തി പുസ്തകം 2-ാം അധ്യായം. പരിശുദ്ധാത്മാവിൻ്റെ നിറവോടെ പത്രോസ് എഴുന്നേറ്റ് പ്രസംഗിക്കുന്നു.
3000 പേർ ഹൃദയത്തിൽ കുത്തുകൊണ്ട് സഹോദരന്മാരെ പുരുഷന്മാരെ ഞങ്ങൾ എന്ത് ചെയ്യേണ്ടു എന്ന് ചോദിച്ചു. നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തരും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പിൻ. മാനസാന്തരപ്പെട്ട് സ്നാനമേൽപ്പിൻ. റിപ്പൻഡന്റ് ആൻഡ് ബാപ്റ്റിസം. KJV ട്രാൻസ്ലേഷൻ പഠിക്കുമ്പോൾ ഇത് മാനസാന്തരപ്പെടാൻ സ്നാനപ്പെടുന്നത്. കഷ്ടത മാറ്റി, കടം മാറ്റി, വിസ മേടിച്ചു കൊടുത്ത്, എമിഗ്രേഷൻ മേടിച്ചു കൊടുത്ത്, ജോലി മേടിച്ചു കൊടുത്ത്, UK ജോലി, KK ജോലി, പിന്നെ കുടുംബത്തിൻ്റെ ഭൗതിക ആവശ്യങ്ങൾക്ക് വേണ്ടി തലയിറഞ്ഞു പ്രാർത്ഥിച്ച് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുത്ത് അവരെ കൂട്ടിവരുത്തി അവരെ പാട്ട് പാടിച്ച് അവരെ സന്തോഷിപ്പിച്ച് അവർക്ക് സന്തോഷമുള്ളതൊക്കെ പറഞ്ഞ് ഒരു ഭാഷ പറഞ്ഞിട്ട് ചില സഭകളുണ്ട് അത്രേ, വിശ്വാസികളെല്ലാം കൂടി പറയും വിഷയം ഏതാണെന്ന് പ്രസംഗിക്കാൻ. അത് വേണം ഭാഷ പ്രസംഗിച്ചോളാൻ. ഇല്ലെങ്കിലോ ഭാഷ അട്ടപ്പാടി പോയി സൂക്ഷിക്കേണ്ടി വരും. ഇതൊക്കെ എവിടെ നിന്ന് വന്നു ഒരു പിടിയും കിട്ടുന്നില്ല. ദൈവത്തിൻ്റെ ആത്മാവ് സഭയ്ക്ക് ആവശ്യമായ ദൈവവചനം, ദൈവദാസൻ ഒരു പുരോഹിതനല്ലേ? ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് പ്രേരിപ്പിക്കുന്ന വചനങ്ങൾ എടുത്ത് അവർക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അത് പ്രസംഗിക്കുന്നതല്ലേ ശുശ്രൂഷ. വിശ്വാസികളുടെ അവരെ സന്തോഷിപ്പിക്കാനും അവരുടെ ഓളത്തിനനുസരിച്ച് തുള്ളാനുമാണ് പാസ്റ്റർമാരാണെങ്കിൽ എന്തിന് സഭ. പാസ്റ്റർ ക്യാപ്റ്റൻ ഷാമൂല് പറഞ്ഞ കാര്യം ഞാൻ, സഭ എൻ്റർടൈൻമെൻറ്റ് ചെയ്യാനുള്ള ഒരു സ്ഥാപനമായി മാറി. വിനോദിക്കാൻ, സന്തോഷിക്കാനുള്ള, അവരവരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ചെയ്യാനുള്ള ഒരു പ്രസ്ഥാനമായി സഭ മാറി. സഹോദരങ്ങളെ, പിണങ്ങരുത്. സഭയുടെ ഉപദേശങ്ങൾ എന്താണെന്ന് സത്യവേദ പുസ്തകത്തിലൂടെ നമ്മൾ പഠിച്ചെടുക്കണം. ഹല്ലേലൂയ. തീത്തോസിൻ്റെ ലേഖനത്തിൽ മൂപ്പന്മാരെ കുറിച്ച് പറയുന്നത് ഞാൻ വായിക്കുന്നു. തീത്തോസിൻ്റെ ലേഖനം 1-ാം അധ്യായം എൻ്റെ 5-ാം വാക്യം മുതൽ, ഞാൻ ക്രേത്തയിൽ നിന്നെ വിട്ടയച്ചു പോകുന്നത് ശേഷിച്ച കാര്യങ്ങളെ ക്രമത്തിലാക്കേണ്ടതിന് ഞാൻ നിന്നോട് ആജ്ഞാപിച്ചതുപോലെ പട്ടണം തോറും മൂപ്പന്മാരെ ആക്കി വയ്ക്കേണ്ടതിന് തന്നെ. അത് ക്രേത്തയിലെ കാര്യമോ പാസ്റ്ററെ? അപ്പോൾ ചിലർ അങ്ങനെ പറയുന്നത്. അത് തെസ്സലോനിക്ക സഭയിലെ കാര്യമോ പാസ്റ്ററെ? അത് കൊരിന്ത്യ സഭയിലെ പാസ്റ്ററെ? അത് ഗലാത്യ സഭയിലെ കാര്യമോ പാസ്റ്ററെ? അത് FSC സഭയിലെ കാര്യമോ പാസ്റ്ററെ? ശുശ്രൂഷന്മാരെ ആക്കി വെച്ചിരിക്കുന്ന FSC ലേഖനത്തിലായിരിക്കും. അത് അവിടെ അന്നത്തെ സഭ നമുക്ക് വേണ്ട. നമുക്ക് പിന്നെ എന്താ ഉള്ളത്? IPCയിലെ കരുത്തനായ ശക്തനായ പാസ്റ്റർ PM ജോസഫ്, ദൈവം നിത്യതയിൽ വിശ്രമിക്കുക, എനിക്ക് 6 മാസം മുമ്പ് മരിച്ചുപോയി. അദ്ദേഹത്തിൻ്റെ പ്രസംഗം ഞാൻ എല്ലാവരെയും കേൾക്കത്തൊന്നുമില്ല. ഞാൻ എല്ലാവരുടെയും പ്രസംഗം കേൾക്കാറില്ല. കാരണം നമുക്ക് ആവശ്യമുള്ളതൊന്നും അതിലില്ല. നന്നായി വചനം പ്രസംഗിക്കുന്നവരുടെ പ്രസംഗം കേൾക്കും. അതിന് യാതൊരു ഡിനോമിനേഷനും തടസ്സവുമല്ല. അദ്ദേഹം പറയുവാൻ, സങ്കീർത്തനം കൊണ്ടാണ് നമ്മുടെ പാസ്റ്റർമാർ രക്ഷപ്പെട്ടു പോകുന്നതെന്ന് എത്രയോ പ്രാവശ്യം പ്രസംഗിച്ചു. ബഹുമാനപ്പെട്ട പാസ്റ്റർമാരെ, നിങ്ങൾ സങ്കീർത്തനം കൊണ്ട് രക്ഷപ്പെട്ടു പോയി ഈ ഭൂമിയിൽ നിങ്ങൾക്ക് രക്ഷപ്പെടാം, നിങ്ങൾക്ക് നിത്യതയിൽ പോകാൻ പറ്റത്തില്ല. അതിനെന്തോ വേണം? ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെ പ്രമാണിപ്പാൻ കൊണ്ട് ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളി. കർത്താവ് കൽപ്പിച്ചത് തന്നെ സഭയിൽ പ്രസംഗിക്കണം. കർത്താവ് കൽപ്പിച്ചതിൽ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? യെസ്. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ ആത്മാവും ജീവനുമാകുന്നു. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. ഞങ്ങളെ ദൈവവചനം പഠിപ്പിച്ച വയോവൃദ്ധൻ വേദപുസ്തകം കയ്യിലെടുത്ത് താൻ ഇങ്ങനെ കാണിച്ചിട്ടുണ്ട്. ഡെമോൺസ്ട്രേഷൻ സ്റ്റഡി. ഉൽപ്പത്തി മുതൽ മലാഖി വരെയുള്ള പുസ്തകം തൻ്റെ ഇടത് കയ്യിൽ ഒതുക്കി പിടിക്കും. എന്നിട്ട് മത്തായി മുതൽ വെളിപ്പാടുള്ള പുസ്തകം വലത് കൈ കൊണ്ടും പിടിക്കും. ശ്രദ്ധിക്കണേ, ഞാൻ പറയുന്നത് അതുപോലെ ശ്രദ്ധിച്ചോണേ. എന്നിട്ട് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, ഈ ഉൽപ്പത്തി മുതൽ ഈ മലാഖി വരെയുള്ള പുസ്തകത്തിൽ യേശുക്രിസ്തുവിനെ കുറിച്ച് തന്നെയാണ് പറയുന്നത്. ഈ ഉൽപ്പത്തി മുതൽ മലാഖി വരെയുള്ള പ്രാവചനിക പുസ്തകങ്ങളിൽ യേശുക്രിസ്തുവാണ് പ്രതിപാദ്യ വിഷയം. അമേരിക്കക്കാരുടെ ഇടയിൽ അവരുടെ മിലിറ്ററി വ്യൂഹത്തിൽ ഒരു ചരട് കൊടുക്കുമെന്നാണ് പറയുന്നത്. അവരുടെ ലഗേജൊക്കെ കെട്ടാനും പിടിക്കാനുമായിട്ടൊക്കെ. ആ ചരട് മുറിച്ച് നോക്കിയാൽ എവിടെ മുറിച്ചാലും ചുമന്ന കളറായിരിക്കും അതിൻ്റെ ഉള്ളിൽ എന്ന് പറഞ്ഞതുപോലെ യേശുക്രിസ്തുവാണ് ഈ ഉൽപ്പത്തി മുതൽ മലാഖി വരെയുള്ള പുസ്തകങ്ങളിൽ നിറഞ്ഞു കിടക്കുന്നത്.
പ്രതിപാദിക്കപ്പെടുന്ന വിഷയം. യഹൂദൻ അറുത്തുകൂട്ടിയ ഓരോ യാഗമൃഗവും, അങ്ങനെ പറയാം, കോടാനുകോടി യാഗമൃഗവും അത് യേശുക്രിസ്തുവിൻ്റെ നിഴലാണ്, തർക്കമില്ല. യേശുക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു പ്രവാചകന്മാർ, തർക്കമില്ല. യേശുക്രിസ്തു പറഞ്ഞത് നിങ്ങൾക്ക് അവിടെ നിന്നും കിട്ടത്തില്ല. ഉൽപ്പത്തി മുതൽ മലാഖി വരെ കിടന്ന് തപ്പിയാൽ, ഒരു കുളത്തിൽ കിടന്ന് തപ്പുന്ന പോലെ തപ്പിയാൽ കർത്താവ് പറഞ്ഞ വചനങ്ങൾ നിങ്ങൾക്ക് കിട്ടുകയില്ല. ഞാനത് ആദ്യമായിട്ട് കേട്ടപ്പോൾ അമ്പരന്ന് പോയി. കാരണം അങ്ങനെയൊക്കെ ദൈവവചനം പറയുന്നവരൊക്കെ വളരെ പരിമിതമാണ്, വിരലെണ്ണാവുന്നവരേ ഉള്ളൂ. സ്തോത്രം. അപ്പോൾ ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ ആത്മാവും ജീവനുമാകുന്നു. പിതാവേ, നീ എനിക്ക് തന്ന വചനം ഞാനത് കൊടുത്തു, നിന്റെ വചനം ഞാനത് കൊടുത്തിരിക്കുന്നു. ഇവരുടെ വചനത്താൽ എന്നിൽ വിശ്വസിക്കാനിരിക്കുന്നവർക്ക് വേണ്ടി ഞാൻ അപേക്ഷിക്കുന്നു. നീ എന്നെ അയച്ചതുപോലെ ഞാൻ ഇവരെ ലോകത്തിലേക്ക് അയക്കുന്നു. ഈ നിലയിൽ യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം. ഈ നമ്മൾ പഠിച്ചു വരുമ്പോൾ കർത്താവ് പറഞ്ഞിരിക്കുന്ന വചനങ്ങൾ മുഴുവൻ അത് അപ്പോസ്തലന്മാരുടെ ഉപദേശത്തിലൂടെ നമുക്ക് കിട്ടും. നീ പ്രവാചകനായിരിക്കാം, ആത്മീയനായിരിക്കാം, ഞാൻ എഴുതുന്ന ദൈവത്തിൻ്റെ കൽപ്പന, കർത്താവിൻ്റെ കൽപ്പനയാണ് പൗലോസ്, പത്രോസ്, യോഹന്നാൻ, യാക്കോബ്, യൂദ എഴുതി വെച്ചിരിക്കുന്നത്. ഈ നിലയിൽ പഠിച്ച് പ്രസംഗിച്ചില്ലെങ്കിൽ പ്രസംഗം പാളിപ്പോകും. പിന്നെ പറഞ്ഞിട്ട് കഥയില്ല. ഈ കൊരയും ചിരിയും ഊത്തും ചീറ്റും ആവശ്യമില്ലാത്ത ഈ ദുരുപദേശങ്ങൾ മുഴുവൻ സഭയിൽ വന്നു കൂടിയതിൻ്റെ കാരണം ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതിന് വിപരീതമായി ഞങ്ങളാകട്ടെ, സ്വർഗത്തിന് ദൂതനാകട്ടെ, നിങ്ങളോട് സുവിശേഷം അറിയിച്ചവൻ ശപിക്കപ്പെട്ടവൻ. അവർ പറഞ്ഞു വെച്ചിരിക്കുന്ന ഒരു വള്ളി, ഒരു പുള്ളിയെങ്കിലും മാറ്റാൻ ഇവിടെയുള്ള ഒരു മഹാനും ദൈവം അനുവദിക്കുന്നില്ല. സഹോദരങ്ങളെ ശ്രദ്ധിക്കണേ, ചുമ്മാ അതും ഇതും പറഞ്ഞ് സമയം കളയല്ലേ. അപ്പോസ്തലന്മാരുടെ ഉപദേശം എടുത്ത് സഭയെ പഠിപ്പിച്ച് സഭയെ നന്നാക്കുക. കർത്താവ് വരാറായി. അപ്പോസ്തല ഉപദേശപ്രകാരം സഭ ഒരുങ്ങി നിൽക്കണമെന്ന് ദൈവഹിതം. ഇത് 25 വർഷം ഒരു പെന്തക്കോസ്തുകാരനായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ കഴിയാതെ പോയി. അന്ന് മുതൽ ഞാനിത് പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. പലർക്കും ഇത് കേൾക്കുമ്പോൾ അലർജിയാണ്. ആർക്കെങ്കിലും ഇത് കേൾക്കുമ്പോൾ അലർജിയാണെന്നോ, ഇതൊന്നും ഞാൻ നോക്കാറില്ല. കർത്താവിൻ്റെ ദാസൻ യിരെമ്യാവ് പറഞ്ഞതുപോലെ, അവർ കേട്ടാലും കേട്ടില്ലെങ്കിൽ നീ അവരോട് പറയുക എന്ന് ദൈവം യിരെമ്യാവിനോട് പറഞ്ഞു. യിരെമ്യാവ് പറഞ്ഞു അതുപോലെ തന്നെ ഞാനും എന്നോട് കർത്താവ് പറയുന്ന ഈ വചനങ്ങൾ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുക. കേൾക്കുന്നവർക്ക് കേൾക്കാം, ചെവിയുള്ളവൻ കേൾക്കട്ടെ, ഇല്ലാത്തവർ റിജക്റ്റ് ചെയ്ത് കളയട്ടെ. എല്ലാ ഫോണിലും ഡിലൈറ്റ് എന്നൊരു സിസ്റ്റം ഉണ്ട്, ഒരു ഓപ്ഷൻ. ചിലർ പറയുന്നേക്ക് പ്രസംഗങ്ങളൊന്നും പാർട്ടി ഡിലീറ്റ് ചെയ്യാൻ തോന്നുന്നില്ല. എന്ത് പറ്റി? അത്ര കാമ്പായിട്ടുള്ള വിഷയങ്ങളാണ്, കാതലായ വിഷയങ്ങളാണ്. ചിലർ പറയുന്നത് പാർട്ടി ഇതൊന്നും ഒരു ഗുണവും ഇല്ല. ഇപ്പം എന്ത് ചെയ്യാനാ? അവർക്ക് ഗുണമുള്ളതിന് വേണ്ടി പ്രസംഗിക്കാൻ കണ്ടെയ്നർ കണക്കിന് പാർഷന്മാരിവിടെ കിടപ്പുണ്ട്. അവിടെ പോയി നിങ്ങൾ കേൾക്കുകയല്ല, വേറെ എന്താ വഴി? എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഒരു ശുശ്രൂഷ എങ്ങനെ ആയിരിക്കണം? മൂപ്പന്മാരെ ആക്കി വെക്കേണ്ടതിന് തന്നെ. 1 തീത്തോസ് 5:5 വാക്യമാണ് ഞാൻ വായിച്ചത്. മൂപ്പൻ കുറ്റമില്ലാത്തവനും ഏകവാരിയുള്ളവനും തുറന്നടപ്പിൻ്റെ ശ്രുതിയോ അനുസരണക്കേടോ ഇല്ലാത്ത വിശ്വാസികളായ മക്കളുള്ളവനുമായിരിക്കണം. അതാ ഞാൻ പറഞ്ഞത്, ഈ ഉപദേശം പറയാൻ തുടങ്ങിയ പുസ്തകം തറയിൽ വെച്ചിട്ട് ഏതാണ് പഴയ പണി, ആ പണിയിലേക്ക് പോകേണ്ടി വരും. ക്ഷമിച്ചു കൊള്ളണേ. അധ്യക്ഷൻ ദൈവത്തിൻ്റെ ഗ്രഹവിചാരകനാകിയാൽ അനിന്യനായിരിക്കണം, ആരാലും നിന്ദിക്കപ്പെടരുത്. തന്നിഷ്ടക്കാരനും കോപിയും മദ്യപാനും മദ്യപ്രിയനും തല്ലുകാരനും ദുർലഭമോഹിയും അരുത്. അതിഥിപ്രിയനും സൽഗുണപ്രിയനും സുബോധശീലനും നീതിമാനും നിർമ്മതനും ജിതേന്ദ്രിയനും പത്യോപദേശത്താൽ പ്രബോധിപ്പിപ്പാനും വിരോധികൾക്ക് ബോധം വരുത്തുവാനും ശക്തനാകേണ്ടതിന് ഉപദേശപ്രകാരമുള്ള വിശ്വാസവചനം മുറുകെ പിടിക്കുന്നവനുമായിരിക്കണം. വൃഥാവാചാലന്മാരും മനോപഞ്ചകന്മാരും വഴങ്ങാത്തവരുമായ പലരും ഉണ്ടല്ലോ, വിശേഷാൽ പരിച്ഛേദനക്കാർ തന്നെ. പരിച്ഛേദനയുള്ള ഉപദേശം പ്രസംഗിക്കുന്ന, മോശര ഉപദേശം പറഞ്ഞുകൊണ്ടിരിക്കുന്നവരെ, സങ്കീർത്തനം പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നവരെ, അവരുടെ വായ അടയ്ക്കേണ്ടതാകുന്നു. എന്തുകൊണ്ട്? തുണി കൊണ്ട് അടയ്ക്കണമോ? പത്യവചനം, പത്യോപദേശം പ്രസംഗിച്ച് അടയ്ക്കണം. ഹല്ലേലൂയ. അവർ ദുരാദായം വിചാരിച്ച് അരുതാത്തത് ഉപദേശിച്ചുകൊണ്ട് കുടുംബങ്ങളെ മുഴുവൻ മറിച്ചു കളയുന്നു. ക്രേത്തർ സർവദാ അസത്യവാദികളും ദുഷ്ടജന്തുക്കളും മടിയന്മാരുമായി പെരുവയറന്മാരും അത്രേ എന്ന് അവരിൽ ഒരുവൻ, അവരുടെ ഒരു വിദ്വാൻ തന്നെ പറഞ്ഞിരിക്കുന്നു. ഈ സാക്ഷ്യം നേർ തന്നെ. അത് നിമിത്തം അവർ വിശ്വാസത്തിൽ ആരോഗ്യമുള്ളവരായി തീരേണ്ടതിന് യഹൂദാഗതകളെയും സത്യം വിട്ടകലുന്ന മനുഷ്യരുടെ കൽപ്പനകളെയും ശ്രദ്ധിക്കാതിരിക്കേണ്ടതിന് അവരെ കഠിനമായി ശാസിക്കുക. അപ്പോൾ ശാസന, കഠിനമായി ശാസിക്കുക, തർജനം, ഇത് സഭയ്ക്കുണ്ട്. ഇത് പറയുമ്പോൾ പലരുടെയും നെറ്റി ചുളിയും.
ശാസന ആർക്കും ഇഷ്ടമല്ല. ദൈവം അനുഗ്രഹിക്കും, 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 വിടിവിക്കും, 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 വെടിവെക്കും തന്നെ ദൈവം നെഞ്ചു നോക്കി. അവസാനം വെളിപ്പാട് പുസ്തകത്തിൻ്റെ അവസാനം വെള്ളസിംഹാസനത്തിന് മുൻപാകെ പോയി വീഴും ദൈവത്തിൻ്റെ വെടിയേറ്റാൽ. മനസ്സിലായല്ലോ? ദൈവം വിടുവിച്ചിരിക്കുക സഹോദരങ്ങളെ, ദൈവം അനുഗ്രഹിച്ചിരിക്കുക സഹോദരങ്ങളെ. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താൽ ക്രിസ്തുവിൽ നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്ന പിതാവാം ദൈവം വാഴ്ത്തപ്പെട്ടവൻ. നമ്മെ അനുഗ്രഹിച്ചിരിക്കുക, നമ്മെ വിടുവിച്ചിരിക്കുക. പിന്നെ ഇനി എന്താ അനുഗ്രഹിക്കേണ്ടത്? പിന്നെ എന്താ വിടുവിക്കേണ്ടത്? ആ പല്ലവി തന്നെ നിർത്തണം. ഹല്ലേലൂയ. തെക്കും വടക്കും അറിഞ്ഞുകൂടാത്ത ഊറ്റാൻ താടി വെച്ച കുറെ പിള്ളേർ ഇറങ്ങി നിന്നെ അനുഗ്രഹിക്കും, അനുഗ്രഹിക്കും. സഭയ്ക്ക് റിയൽ എസ്റ്റേറ്റ് തരാൻ പോകുന്നു, സഭയ്ക്ക് അനുഗ്രഹം കുത്തൊഴുക്കായിട്ട് തരാൻ പോകുന്നു, സഭയ്ക്ക് കോടികളുടെ വരുമാനം തരാൻ പോകുന്നു എന്ന് പറയുമ്പോൾ അത് സാത്താന്യ ഉപദേശമാണെന്ന് തിരിച്ചറിവ് പ്രിയ സഹോദരങ്ങളെ നിങ്ങൾക്കുണ്ടാകണം. അല്ലെങ്കിൽ നിങ്ങൾ അടിപടലം തെറ്റും. ഞാനിത് ശക്തിയോടെ വിളിച്ചു പറയുക. ഇത് പറഞ്ഞ് മരിക്കാനാണ് എനിക്ക് നിയോഗം. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. പൗലോസ് തിമോഥെയോസിനോട് പറയുന്ന കാര്യങ്ങളായത്, അല്ല തീത്തോസിനോട് പറയുന്ന കാര്യങ്ങളാ. തീത്തോസ് മാത്രമല്ല, ഇന്നത്തെ സകല ഭൂമിയിലുള്ള വിശുദ്ധന്മാരായ ശുശ്രൂഷകന്മാർ, സഭയുടെ ചക്രം തിരിക്കുന്നവര്, സഭയുടെ തലപ്പത്തിരിക്കുന്ന ശുശ്രൂഷകന്മാരായ തിമോഥെയോസുമാരും തീത്തോസും ഫിലമോന്മാരും പൗലോസ് എല്ലാവരും ചെയ്യേണ്ട ഉപദേശങ്ങളാണിത്, പറയേണ്ട ഉപദേശങ്ങളാണിത്. നീയോ 10 ഉപദേശത്തിന് ചേരുന്ന പ്രസ്താവിക്കുക. ഹല്ലേലൂയ. ഇനി തിമോഥെയോസിന്റെ ലേഖനം വായിച്ചു കഴിഞ്ഞാൽ വളരെ ശക്തമായ ശുശ്രൂഷന്മാരെ കുറിച്ച് പറയുന്നുണ്ട് തിമോഥെയോസ്. ഒരുത്തിന് അധ്യക്ഷ സ്ഥാനം കാക്ഷിക്കുന്നുവെങ്കിൽ നല്ല വില ആഗ്രഹിക്കുന്നു. 1 തിമോഥെയോസ് 3:1 മുതൽ എന്നുള്ളത് വിശ്വാസയോഗ്യമാകുന്നു. എന്നാൽ അധ്യക്ഷൻ നിരപവാദിനായ ഏകഭാര്യയുടെ ഭർത്താവും നിർമ്മതനും ജിതേന്ദ്രിയനും സുഭീതശീലനും അതിഥിപ്രിയനും ഉപദേശിപ്പാൻ സമർത്ഥനുമായിരിക്കണം. മദ്യപ്രിയനും തല്ലുകാരനും വരുത്. ശാന്തനും കലഹിക്കാത്തവനും ദ്രവ്യാഗ്രഹമില്ലാത്തവനും സ്വന്തം കുടുംബത്തെ നന്നായി ഭരിക്കുന്നവനും മക്കളെ പൂർണ്ണ ഗൗരവത്തോടെ അനുസരണത്തിൽ പാലിക്കുന്നവനും ആയിരിക്കണം. ഹല്ലേലൂയ. സ്വന്തം കുടുംബത്തെ ഭരിപ്പാൻ അറിയാത്തവൻ ദൈവസഭയെ എങ്ങനെ പരിപാലിക്കും? നിഗളിച്ചിട്ട് പിശാചിന് വന്ന ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിപ്പാൻ പുതിയ ശിഷ്യനും അരുത്. നിന്നയിലും പിശാചിൻ്റെ കണിയിലും കുടുങ്ങാതിരിപ്പാൻ പുറത്തുള്ളവരോട് നല്ല സാക്ഷ്യം പ്രാപിച്ചവനുമായിരിക്കണം. അവണ്ണം ശുശ്രൂഷകന്മാരും ഘനശാലികളായിരിക്കണം. ഇരുവാക്കുകാരും മദ്യപന്മാരും ദുർലഭമോഹികളും അരുത്. അവർ വിശ്വാസത്തിൻ്റെ മർമ്മ ശുദ്ധമനസാക്ഷിയിൽ വെച്ചുകൊള്ളുന്നവരായിരിക്കണം. അവരെ ആദ്യം പരീക്ഷിക്കണം. അനന്യമായി കണ്ടാൽ അവരെ ശുശ്രൂഷ ഏൽക്കട്ടെ. ഹല്ലേലൂയ. ഇത്രയും കാര്യങ്ങളുണ്ട്. നിങ്ങളിത് വായിച്ചു പഠിച്ചു. 1 തിമോഥെയോസ് 3 മുതൽ 4 വരെയുള്ള അധ്യായം, മുഴുവൻ അധ്യായം കൊണ്ട് വായിച്ചു പഠിക്കും. തീത്തോസിന്റെ ലേഖനം വായിച്ചു പഠിക്കുക. 1 അധ്യായം. ശുശ്രൂഷകന്മാർ എങ്ങനെ ആയിരിക്കണം എന്ന് പറയുന്നുണ്ട്. ഇത് പറയാനുണ്ടായ ചെയ്തോ വികാരം പത്രോസ് പറഞ്ഞു, ഒരുത്തരം പ്രസംഗിക്കുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ അരുളപ്പാട് പ്രസ്താവിക്കുന്ന പോലെ. കർത്താവിൻ്റെ അരുളപ്പാടുകളാണ് ഈ പുതിയ നിയമം. നമുക്ക് തന്നിരിക്കുന്ന ഉപദേശം അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടുകൂട്ടായി മരിച്ചപ്പം നുറുക്കി പ്രാർത്ഥന കഴിച്ചുമ്പോൾ ആ അധ്യായത്തിന്റെ അവസാനം അവരെ കർത്താവ് തൻ്റെ സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. കർത്താവിൻ്റെ സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. സഭകൾ ആയിരക്കണക്കിന് 10,000-കണക്കിന് ഭൂമിയിലുണ്ട്. ഇതെല്ലാം കർത്താവിൻ്റെ സഭയാണെന്ന് പറയാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ട് കൂട്ടായി മരിച്ച് അപ്പം നുറുക്കി പ്രാർത്ഥന കഴിച്ച് വരുന്നെങ്കിൽ അത് കർത്താവിൻ്റെ സഭയാണ്, അല്ലെങ്കിൽ വേറെ ഏതോ സഭയാണ്. ഏതാണെന്ന് നിങ്ങൾ തീരുമാനിച്ചു വേണം ഈ വചനത്തിൻ്റെ വെളിച്ചത്തിൽ. ഇനി ഞാൻ വിഷയത്തിലേക്ക് വരുന്നു. അതിൻ്റെ 12-ാം വാക്യം. പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് പരീക്ഷയ്ക്കായി സംഭവിച്ചിരിക്കുന്ന അഗ്നിശോധനയെങ്കിൽ ഒരു അപൂർവ കാര്യം നിങ്ങൾക്ക് വന്നുകൂടി എന്ന് വെച്ച് അതിശയിച്ചു പോകരുത്. എന്താണ് ഈ അപൂർവ കാര്യം? ഇതിനെക്കുറിച്ച് വേദപണ്ഡിതന്മാർ പറയുന്ന വേദഭാഗങ്ങൾ കൂട്ടിച്ചേർത്ത് അവർ പറയുന്ന അവരുടെ അഭിപ്രായങ്ങളെല്ലാം കൂടി ചേർത്ത് പഠിക്കുമ്പോൾ വേദപണ്ഡിതന്മാരും ജോസീഫസിനെ പോലെയുള്ള ചരിത്രങ്ങൾ വ്യക്തമായി കൃത്യമായി എഴുതിയിരിക്കുന്ന യഹൂദ ചരിത്രകാരനായ ജോസീഫസും അതുപോലെ വലിയ പണ്ഡിതന്മാരായിട്ടുള്ളവർ, ചരിത്ര കാര്യങ്ങൾ എഴുതി വച്ചിരിക്കുന്നവർ അവരുടെ പുസ്തകത്തിൽ നിന്ന് പഠിച്ച് പറയുന്നത്
ഈ പത്രോസിൻ്റെ കാലഘട്ടത്തൊക്കെ ദൈവസഭ പീഡനത്തിലൂടെ കടന്നു പോകുക. ദൈവമക്കളെ, യഹൂദന്മാരെ പീഡിപ്പിച്ച പീഡയും ദൈവസഭയെ പീഡിപ്പിച്ച പീഡകളൊക്കെ നമ്മൾ ചരിത്രത്തിലൂടെ എന്നെടുത്ത് പഠിക്കണം. ഭീഭത്സമാണ്, ഭയാനകമാണ്, ഭയങ്കരമാണ്. ഏതൊരു മനസാക്ഷിയെയും ഞെട്ടിപ്പിക്കുന്നതാണ്. അത്ര ശക്തമായ പീഡയിലൂടെ കടന്നു പോവുക. ഒരു ഉദാഹരണം പറയാം. പ്രവൃത്തി പുസ്തകം 12-ാം അധ്യായം ആണെന്ന് തോന്നുന്നു. യാക്കോബിനെ അവർ വാൾ കൊണ്ടുവന്നു, പത്രോസിനെയും പിടിച്ചു, കൊല്ലാനാ പിടിച്ചു. സഭ ശ്രദ്ധയോട് പ്രാർത്ഥിക്കുന്നു. ദൂതൻ ഇറങ്ങി വന്ന് പത്രോസിനെ വിടിവിക്കുന്നു. പത്രോസിനെ വിടിവിച്ച ദൂതൻ എവിടെ പോയി? ഒരുത്തനിട്ട് 2 കൊടുക്കാൻ പോയി. പത്രോസിനെ വിടിവിച്ചിട്ട് ഈ പുള്ളി നേരെ ചെന്നത് ഒരുത്തനിട്ട് ഒരു അടിയെ കൊടുത്തു. ജീവനോടിരുന്നപ്പോൾ പുടി ചാടി ക്രിമിക്കിരിയായി പ്രാണൻ വിട്ടുവെന്ന് എഴുതിയേക്കുന്നത്. നമ്മളെന്താ വിചാരിച്ചേ? ദൈവസഭ എന്ന് പറഞ്ഞാൽ എന്താ? മറ്റുള്ളവർക്ക് കയറി ഇറങ്ങി ഞെരങ്ങാനുള്ളതാണോ ദൈവസഭ? നിങ്ങൾ ആശയക്കുഴപ്പമൊന്നും ഉണ്ടാക്കരുത്. ഒരു പാസ്റ്ററേയും ഒരു ഭാര്യയും ഒരു കുഞ്ഞിനെയും കൂടി ശ്രീറാം വിളിപ്പിച്ചു. ജയ് ശ്രീറാം, ജയ് ശ്രീറാം. മരിക്കാൻ ഏൽപ്പിച്ചു കൊടുക്കണമായിരുന്നു. ഇത്രയും നാൾ ദൈവവചനം പ്രസംഗിച്ച എൻ്റെ നാവ് കൊണ്ട് ഞാനത് പറയില്ല, നിങ്ങൾ എന്നെ തല്ലി കൊന്നുകൊള്ളൂ, ഞങ്ങൾ രക്തസാക്ഷികളാകാൻ തയ്യാറാണ്. ചാകണം, അവിടെ മരിച്ചു വീഴണം. അങ്ങനെ മരിക്കാനായിട്ട് ഏൽപ്പിച്ചു കൊടുത്ത് വിളിക്കത്തില്ലെന്ന് തീരുമാനമെടുത്ത് നിൽക്കുമ്പോൾ നിങ്ങളുടെ നാവിൽ പരിശുദ്ധാത്മാവ് ആലോചന തരും. അവരോട് പറയണം, വിളിച്ചു പറയണം. അപ്പോൾ നിങ്ങളിൽ എൻ്റെ പിതാവിൻ്റെ ആത്മാവത്രയും സംസാരിക്കുന്നത് കർത്താവ് പറഞ്ഞു. പറയണം. ആലോചന മനുഷ്യരോട് വിളിച്ചു പറയണം. ചിലപ്പോൾ ആ ദൈവ ആലോചന കേട്ട് അവരൊക്കെ അവിടെ പിടഞ്ഞു വീഴും. ചിലപ്പോൾ അവരുടെ കണ്ണുകൾ ബ്ലൈൻഡായി പോകും. ചിലപ്പോൾ അവരുടെ ശരീരങ്ങൾ നിർജീവമായി പോകും. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഞാൻ ഓർക്കുന്നു ഒരു പഴയ ഒരു ഉപദേശിയുടെ കാര്യം. ആ ഉപദേശി പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഓർത്ത വാക്കത്തിയായിട്ട് ചെന്നു. നിർത്തലാ പ്രസംഗം എന്ന് പറഞ്ഞു. അദ്ദേഹം നിൽക്ക് നിൽക്ക് സോദര എന്നും പറഞ്ഞ് ഒരു ഗാനശീലം പാടിയെന്നാണ് പറയുന്നത്. നിൽക്കാൻ പറഞ്ഞു. അവൻ അവിടെ നിന്നു. ആ സുവിശേഷ വിരോധി അവിടെ നിന്നു. അവൻ്റെ കൈ ടാബ്ലോയിൽ ഇങ്ങനെ കത്തി പിടിച്ച് നിൽക്കുന്നവരും അവിടെ നിന്നു. പിടിച്ചു മാറ്റി. കൈ താഴുന്നില്ല. ഈ പാവം പിടിച്ച ഉപദേശി പ്രസംഗിച്ചിട്ടാണ് അവൻ്റെ കൈ താഴ്ന്നു എന്നുള്ളതാണ് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു കർത്താവിൻ്റെ ദാസനോട് പറഞ്ഞത്. ഞാൻ ഞെട്ടിപ്പോയി. കേരളക്കരയിൽ പലതും സംഭവിച്ചിട്ടുണ്ട്. ഒരു അഹങ്കാരമായിട്ട് പറയാമെന്ന് ചിന്തിക്കരുതേ. താഴ്മയോട് ഞാൻ പറയട്ടെ, നമ്മുടെ ഇടയിൽ ചിലതൊക്കെ സംഭവിക്കണം. കർത്താവിൻ്റെ ദാസൻ കുടുംബമായി ഒരു പുതിയ ദേശത്ത് ഒരു ദൈവദാസൻ ശുശ്രൂഷയ്ക്കായിട്ട് കടന്നുപോയി. അവിടെ ചെന്ന് താൻ ശുശ്രൂഷ ആരംഭിച്ചു. ആരുമില്ല വിശ്വാസികളായിട്ട്. അമ്മാമ്മയും മക്കളും കൂടി ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. സ്തോത്രം. ചെറിയൊരു കൂട്ടം അവിടെ രൂപപ്പെട്ടു വന്നു. അവിടെയുള്ളൊരു മുസൽമാനും കുടുംബവും ഈ വേലയ്ക്കെതിരെ ശക്തമായി എഴുന്നേറ്റു. പല മന്ത്രങ്ങളും തന്ത്രങ്ങളും ചെയ്തിട്ടൊന്നും ഏറ്റില്ല. അവസാനം ഒരു പൂച്ചയെ കൊന്ന് കേബിള് കൊണ്ട് കെട്ടി കല്ലിൽ കെട്ടി കിണറ്റിൽ താത്തി. നല്ലൊരു കിണറാണ്, വലിയ താഴ്ചയൊന്നുമില്ലാത്ത കിണറാണ്. ഉപദേശി കുടിച്ചുകൊണ്ടിരുന്നു. അതിൽ നിന്ന് പൂച്ച ചീഞ്ഞളിഞ്ഞ് ആ വെള്ളം കുടിച്ചു. വയറിളക്കം വന്നു, ചൊറി പിടിച്ചു. പാസ്റ്റർ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ദൈവമേ, ഈ ദേശത്ത് വന്ന് വേല ചെയ്തിട്ട് ഞങ്ങൾക്ക് ഇങ്ങനൊരവസ്ഥ വന്നു. എന്താണ് കർത്താവേ? ഇതിനൊരു പരിഹാരം കണ്ടേ മതിയാകൂ. ദൈവദാസന്റെ കണ്ണുകൾ ഈറനണിഞ്ഞു. ദൈവദാസിയും മക്കളും ദൈവസന്നിധിയിൽ നിന്ന് നിലവിളിച്ചു, പ്രാർത്ഥിച്ചു. അവർ ഉപവസിച്ചു. ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ 10-20 മീറ്റർ അപ്പുറമുള്ള ഒരു മുസ്ലിം കുടുംബത്തിലെ 3 മക്കളിൽ ഒരുവൻ വീണു മരിച്ചു. പാസ്റ്ററിന് തോന്നി സാധാരണ മരണമായിരിക്കാമെന്ന്. പ്രാർത്ഥന മുടക്കിയില്ല. പിന്നെയും പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ.
എന്തോ സംഭവിച്ചു? രണ്ടാമത്തെ മകനും പിടഞ്ഞു വീണു. കാക്കായ്ക്ക് മനസ്സിലായി ഞമ്മക്ക് പണി കിട്ടി, ഉപദേശിയുടെ പ്രാർത്ഥന ഫലിച്ചു, എൻ്റെത് ചീറ്റിയും പോയി. ഓടിച്ചെന്നു, പാസ്റ്റർ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ എന്തിനു പ്രാർത്ഥിക്കണം ഇക്ക? ഞാനാണ് പൂച്ചയെ. അപ്പോൾ പൂച്ചയുടെ ഈ ചീഞ്ഞളിഞ്ഞ സ്മെല്ലും മണമൊക്കെ ഒരു കുടി നിർത്തി, വെള്ളം കൂടി നിർത്തി ഇവർ കിണർ വറ്റിച്ചു. ആരെയൊക്കെ വിളിച്ച് കിണറൊക്കെ വറ്റിച്ചപ്പോൾ പൂച്ചയുടെ അസ്ഥികൂടങ്ങളൊക്കെ കിട്ടി, ചീഞ്ഞളിഞ്ഞ് കിണറെല്ലാം വറ്റിച്ചു. പിന്നെ രണ്ടാമത് എന്തോരം പാടായിരിക്കണം ആ കർത്താവിൻ്റെ ദാസൻ ചെയ്തത്. എന്ത് അധ്വാനമായിരിക്കണം എന്ന് ചിന്തിച്ചു നോക്കിയേ. ഞാൻ എന്തിനാ ഇത് വിളിച്ചു പറയുന്നത്? ദൈവത്തിൻ്റെ കരം ഇന്നും കുറുകിപ്പോയിട്ടില്ല തൻ്റെ ഭക്തന്മാർക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ. ശിക്ഷയുടെ കാലത്ത് ശിക്ഷ തന്നെ ദൈവം അയക്കും. ഇസ്രായേൽ യുദ്ധം ചെയ്യാനായിട്ട് ഒരുങ്ങി. പക്ഷി ചുറ്റിക്കറങ്ങി പരിപാലിക്കുന്നത് പോലെ എൻ്റെ ജനമായ ഇസ്രായേലിനെ ഞാൻ പരിപാലിക്കുമെന്ന് പുസ്തകത്തിൽ വചനമുണ്ടോ? അമേരിക്കയും ബ്രിട്ടനും ജർമ്മനും ഫ്രാൻസും സകല സന്നാഹങ്ങളുമായിട്ട് ഇസ്രായേലിന് ചുറ്റും സംരക്ഷണ വലയം തീർന്നപ്പോൾ ഞമ്മൻ്റെ ആൾക്കാർ പുറകോട്ട് വലിഞ്ഞു. എന്താ കാര്യം? ദൈവത്തിൻ്റെ പ്രവാചകന്മാർ എഴുതി വെച്ചിട്ടുണ്ട്, യെരൂശലേമിനെ ഞാൻ സൂക്ഷിക്കും, പരിപാലിക്കും. അവരെൻ്റെ ജനമാ. അവർ ദൈവത്തെ അറിയുന്നില്ല. അവരിൽ നല്ലൊരു ശതമാനം ഓക്കെ. അബ്രഹാമിനോടും ഇസഹാക്കിനോടും യാക്കോബിനോടും ദൈവം ഒരു നിയമം ചെയ്തിട്ടുണ്ട്. ആ നിയമത്തിൻ്റെ ഉടമ്പടി ദൈവം ഇന്നും ഓർത്ത് അവരെ സംരക്ഷിക്കുന്നു. സഹോദരങ്ങളെ, പാസ്റ്റർമാരെ, വിശ്വാസികളെ, നിങ്ങൾ എന്താ വിചാരിച്ചേ? ഹല്ലേലൂയ. കഥയിലേക്ക് ഞാൻ മടങ്ങി വരാം. പാസ്റ്ററെ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇക്ക, ഞാൻ എന്തിനാ പ്രാർത്ഥിക്കേണ്ടത്? പൂച്ചയെ തല്ലിക്കൊന്നിട്ടത് ഞാനാണ്. നിങ്ങളെ ഇവിടെ നിന്ന് ഓടിക്കാൻ വേണ്ടി ചെയ്തത് ഞാനാണ്. ഞാൻ ആ പ്രവൃത്തി ചെയ്തത്. പ്രാർത്ഥിക്കണം. പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ മൂന്നാമത്തവൻ രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ അവനും തട്ടിപ്പോയാൽ. വയസ്സുകാലത്ത് ചക്രശ്വാസം വലിക്കാൻ നേരത്ത് ദാഹിച്ച വെള്ളം ഒഴിക്കാൻ വേണ്ടി വായിൽ ഒഴിച്ചു കൊടുക്കാൻ ഒരുത്തനെ നിലനിർത്താനിടയായി. ഉപദേശിയുടെ പ്രാർത്ഥന അല്ലെങ്കിൽ അവരും പോയെന്നെ. പിച്ചച്ചട്ടി എടുത്തുകൊണ്ട് പുറകേണ്ടി വന്നെന്നെ കാക്കയും കുടുംബവും. അവരാ സ്ഥലം വിറ്റു പോയെന്നാണ് കഥ. ഞാൻ എന്തിനു പറഞ്ഞു? ഹല്ലേലൂയ. അതേ, ദൈവം ഇന്നും ശക്തമാൻ തന്നെയാണ്. ഏത് പരിശോധനയുടെ മധ്യത്തിലും ദൈവം നമ്മെ സഹായിക്കാൻ കഴിയും. ഒരു ഉദാഹരണം കൂടി പറയാം. ഒരു മനോഹരമായ ഒരു വിശ്വാസ കുടുംബം ഉണ്ടായിരുന്നു. അവർ പ്രാർത്ഥിക്കാനായിട്ട് 3 ദിവസത്തെ ഉപവാസം ക്രമീകരിച്ചു. സുവിശേഷ വിരോധികൾ അവരുടെ ചുറ്റുമുണ്ടായിരുന്നു. ആദ്യത്തെ ദിവസം ഒരു പാപം പിടിച്ചൊരു ഉപദേശിയ ആ പ്രാർത്ഥനയ്ക്കായിട്ട് അവർ ക്ഷണിച്ചു. അദ്ദേഹം വന്നു. വലിയ ഡിഗ്രികളൊന്നുമില്ല, റവറൻറ്റ് പട്ടവും ഡോക്ടർ പട്ടവും ഒന്നും ഓർക്കില്ല. ഒരു സാധാ ഉപദേശി, എന്നെപ്പോലൊരു സാധാ ഉപദേശി. അവിടെ ചെന്നു, പ്രാർത്ഥന തുടങ്ങി. ആദ്യത്തെ ദിവസം തന്നെ കല്ലേറ് തുടങ്ങി. വീടിൻ്റെ മുകളിൽ ഓടെല്ലാം കൂടി പൊട്ടി. പാസ്റ്ററും വിശ്വാസികളും കുടുംബനാഥയും കുഞ്ഞുങ്ങളും കുട്ടികളെല്ലാം കൂടി ഇരുന്ന ആ മുറിയിൽ വന്ന് വീണു. കൃപയാൽ ആരുടെയും ദേഹത്ത് വീണില്ല. ഓടെല്ലാം പറക്കി മാറ്റി. അവസാനം ഷീറ്റൊക്കെ വലിച്ചു കിട്ടിയെന്നോ പ്രാർത്ഥന തുടങ്ങി. പിന്നെയും പ്രാർത്ഥന തുടങ്ങി. 1, 2, 3 ദിവസം, 3 ദിവസത്തെ പ്രാർത്ഥനയാണ്. വീട്ടിലെ അച്ചായനാണെങ്കിൽ ഇച്ചിരി ശൗര്യക്കാരനാ, നമുക്ക് ചോദിക്കണം. മക്കളും നല്ല തടിമുടക്കന്മാരാ, നമുക്ക് ചോദിക്കണം. ആ ഉപദേശി പറഞ്ഞു, ആരും ഒന്നും ചോദിക്കണ്ട. കേസിനും ഇന്നത്തെ പെന്തക്കോസ്തുകാർ പോണ കേസിനും കോടതിക്കൊന്നും ആരും പോണ്ട. ഇന്ന് നമുക്ക് കേസായി കോടതിയായി രക്ഷിക്കപ്പെട്ട വക്കീലുണ്ടെന്നാണ് പറയണം. എവിടെ നിൽക്കുന്നു നമ്മൾ? അവസാനം എന്ത് സംഭവിച്ചു? ഉപദേശി പറഞ്ഞു, നമുക്ക് പ്രാർത്ഥിക്കാം. അപേക്ഷ ഞാൻ കൊടുത്തു കഴിഞ്ഞു മുകളിലോട്ട്. തീർപ്പ് അവിടെ നിന്ന് വന്നോളൂ, നിങ്ങളിരുന്ന് സ്തോത്രം ചെയ്തോളാൻ പറഞ്ഞു. പ്രാർത്ഥിച്ച് 3 ദിവസത്തെ പ്രാർത്ഥനയും കഴിഞ്ഞ് ഉപദേശി പോയി. സന്തോഷമായി എല്ലാവർക്കും. ഉപദേശി നല്ല കൃപയുള്ളൊരു ഉപദേശിയായിരുന്നു. അതായത് പത്രോസിനെ, യോഹന്നാനെ, യാക്കോബിനെ പോലെയൊക്കെയുള്ള അങ്ങനെയുള്ള ഉപദേശിമാർ ഇന്നില്ല. മഷിയിട്ട് നോക്കിയാൽ കാണാനില്ല. എല്ലാം റവറൻറ്റും ഡോക്ടർമാരുമാണ്. അതാ സഭയുടെ മൂല്യച്ചിരി. ഇച്ചിരി കട്ടിയായി ദൂത്, വേണമെങ്കിൽ ഏറ്റെടുത്തോ. ഹല്ലേലൂയ. 3 ദിവസം 4 ദിവസം കഴിഞ്ഞപ്പോൾ ഒരു ഡിഗ്രിക്ക് പഠിക്കുന്ന ഒരു അയൽവക്കാരൻ, ഒരു ഹിന്ദു ചെറുക്കൻ കല്ലെറിഞ്ഞതാ. അവൻ 4 പാൻറ് വലിച്ച് ഇട്ടുകൊണ്ട് നിൽക്കുക. 4 പാൻറ്, ഒരു പാൻറ് ഇടേണ്ടതിന് പകരം സംഗതി വട്ടായി. ആ ദേശം ദൈവഭയം കൊണ്ട് നിറഞ്ഞു. ആശാരോപദേശി പ്രസംഗിച്ചപ്പോൾ ഫീസൂരി. 1 ദിവസം ഊരി, 2 ദിവസം ഊരി, 3-ാം ദിവസം ഉപദേശി പറഞ്ഞു. ഒരു ഗ്രാമത്ത് പോയി പ്രസംഗിച്ചപ്പോൾ, ഇനി ഫീസൂരരുത്, ഊരിയാൽ നിന്റെ ഫീസു ദൈവം ഊരും.
മൂന്നാമതൂരാനും അവൻ വന്നു. അവന് ദൈവാലോചന അവന് എറിക്കത്തില്ലല്ലോ. ഊരാൻ വന്നപ്പോൾ അവൻ്റെ കൈ എങ്ങനെയോ തട്ടി ആ കറണ്ട് പാസ് ചെയ്ത ആ ഭാഗത്ത് മുട്ടി കരിഞ്ഞ് ഒരു 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 ചിലന്തി കരിഞ്ഞ് കിടക്കുന്ന പോലെ കിടന്നു. ഹൈ പവറുള്ള ഇതല്ലേ ലൈൻ. വേദപുസ്തകവുമായിട്ട് ആരെങ്കിലും ആ ദേശത്തൂടി പോയാൽ തിരിഞ്ഞു നോക്കത്തില്ല ഒരു മനുഷ്യൻ. അത്ര ദൈവഭയം ആ ദേശത്തുണ്ടായി. ഞാൻ എന്തിനിത് പറഞ്ഞു സഹോദരങ്ങളെ? ഹല്ലേലൂയ, സ്തോത്രം. ദൈവത്തിൻ്റെ രക്ഷിപ്പാൻ കഴിയാവുന്ന യഹോവയുടെ കൈ കുറുകിയിട്ടില്ല, കേൾപ്പാൻ കഴിയാവണ്ണം അവൻ്റെ ചെവി മന്ദമായിട്ടില്ല. എന്നെ നിങ്ങളെ ഭിന്നിപ്പിക്കുന്ന നിങ്ങളുടെ അകൃത്യങ്ങൾ എത്രയെന്ന് കർത്താവ് പറയുക. നമ്മുടെ അകൃത്യങ്ങളെ നമ്മൾ കണ്ടെത്തുക. എൻ്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എൻ്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് ഞങ്ങളുടെ ദുർമാർഗ്ഗങ്ങളെ വിട്ടുതിരിഞ്ഞ് എൻ്റെ മുഖം അന്വേഷിക്കുമെങ്കിൽ ഞാൻ സ്വർഗത്തെ പ്രാർത്ഥന കേട്ട് ദേശത്തിന് സൗഖ്യം വരുത്തി കൊടുക്കും. ദേശത്തിന് സൗഖ്യം വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയിലാണ്. ഹല്ലേലൂയ, സ്തോത്രം 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 സ്തോത്രം. പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് പരീക്ഷയ്ക്കായി സംഭവിച്ചിരിക്കുന്ന അഗ്നിശോധനയെങ്കിൽ ഒരു അപൂർവ കാര്യം നിങ്ങൾക്ക് വന്നുകൂടി എന്ന് വെച്ച് അതിശയിച്ചു പോകരുത്. ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങൾക്ക് പങ്കുള്ളവരാകും തോറും സന്തോഷിച്ചുകൊള്ളുവിൻ. ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങൾ, ഏത് നിലയിലുള്ള കഷ്ടങ്ങൾ വന്നാലും കർത്താവിനെ അനുഗമിക്കുന്നത് നിമിത്തം ഏത് നിലയിലുള്ള കഷ്ടത വന്നാലും സന്തോഷിക്കണം. കോടതി പോകരുത്, വക്കീലിനെ അന്വേഷിച്ച് പോകരുത്. പെന്തക്കോസ്ത് പ്രസ്ഥാനത്തിൻ്റെ തലതൊട്ടപ്പന്മാരായ പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ വക്കീലൊക്കെ സഭയിലിരുന്ന് മാനസാന്തരപ്പെട്ട് പാട്ടുപാടി പ്രാർത്ഥിച്ചവൻ ദൈവമുഖം അന്വേഷിക്കട്ടെ. അവനെയൊന്നും കൊണ്ട് നിങ്ങൾ കോടതി ചെല്ലരുത്. നരകത്തിൽ പോയി വീഴും അവസാനം. അയ്യോ, എന്തോ പാസ്റ്റർ ഇങ്ങനെയൊക്കെ പറയണേ? അത് പുസ്തകങ്ങൾ പഠിപ്പിക്കുന്നു. അന്യായം ചെയ്തവൻ ദൈവരാജ്യം അവകാശമാക്കിയില്ല. ഇന്നുകൂടി ഞാനൊരു ഉപദേശിയോടത് പറഞ്ഞതാ. ഇന്നുകൂടി 73 വയസ്സുള്ളൊരു പാസ്റ്ററോട് ഞാൻ പറഞ്ഞതാ. പേടിച്ചു പോയി പുള്ളി. അന്യായം ചെയ്യുന്നതാണ് കോടതി കയറുന്നതെന്ന് 1 കൊരിന്ത്യർ 6-ാം അധ്യായം പഠിപ്പിക്കുന്നു. എടുത്ത് വായിച്ച് പഠിച്ചു. എനിക്ക് സമയമില്ല ഇപ്പോൾ പറയാൻ. അന്യായം ചെയ്തവൻ ദൈവരാജ്യം അവകാശമാക്കിയില്ല. കോടതി കയറുന്ന അന്യായമാണ്. സഹോദരനെ പായിക്കുന്നത് അന്യായമാണ്. സഹോദരനോട് പിണങ്ങിയിരിക്കുന്നത് അന്യായമാണ്. വഴക്കും പ്രശ്നങ്ങളുണ്ടെങ്കിൽ പറഞ്ഞു തീർത്തോണം. അങ്ങോട്ടും ഇങ്ങോട്ടും രമ്യതപ്പെട്ട് പൊക്കോണം. ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം.